ഹലോ മക്കളെ, ഈ വർഷത്തെ SSLC ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസ് എന്താണെന്ന് കുറേ കുട്ടികൾ കുറേ ദിവസങ്ങളായി ചോദിക്കുന്നു. അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്മസ് പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. അതിന് വളരെ കൃത്യമായൊരു ഡെയിലി ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങണം. അതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യ ബാച്ചിലെ അഡ്മിഷൻസ് ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഫീസ് നിങ്ങൾക്കറിയാം, കുറച്ചിട്ട് 3000 എന്ന് പറഞ്ഞ ഫീസിലേക്ക് കുറച്ചിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയലും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യ ബാച്ച് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബാച്ചാണ്. അതിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ സിലബസ്. ഇനി ഇതിനൊരു ഒഫീഷ്യലായിട്ട് ഒരു സർക്കുലറോ ഒഫീഷ്യലായിട്ട് ഒരു നോട്ടിഫിക്കേഷനോ അതിൽ വന്നില്ലെങ്കിലും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള സ്കീം ഓഫ് വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും, ഞാൻ ഈ പറയാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്നത്. ഇനി ഇത് 100% ഫിക്സ്ഡ് അല്ല, പക്ഷേ ഓവറോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഫിസിക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അതിൻ്റെ പകുതി നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു, മ്യൂച്വൽ ഇൻഡക്ഷൻ വരെ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് ശേഷമുള്ള പോർഷൻസും നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ടാവും, റിഫ്രാക്ഷൻ ഉണ്ടാവും, പിന്നെ 6ാമത്തെ ചാപ്റ്ററായി വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സിൻ്റെ പകുതി വരെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഫുൾ ചാപ്റ്റർ മിക്കവാറും ഉണ്ടാവില്ല, പക്ഷേ ഏതാണ്ട് ഇത്രയായിരിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? ശരി, ഇനി നെക്സ്റ്റ് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ പകുതി മുതൽ എന്തായാലും ഉണ്ടാവും. പ്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽസ് എന്തായാലും ഉണ്ടാവും, കോമ്പൗണ്ട്സ് ആൻഡ് നോൺ മെറ്റീരിയൽസ് എന്തായാലും ഉണ്ടാവും. അതിനടുത്ത ചാപ്റ്റർ നോമെൻക്ലേച്ചർ, അതും ഒരു പകുതി വരെ ഉണ്ടാവാനാണ് ചാൻസ്. ഇനി ഒബ്വിയസ്ലി എക്സാം അടുക്കും തോറും നമുക്ക് മനസ്സിലാവും ഇത് പകുതിയാണോ അല്ലെ ഫുള്ളാണോ എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം, ഈ 2 ചാപ്റ്റർ പഠിച്ചേ പറ്റുള്ളൂ. ഈ ചാപ്റ്ററിന് പകുതി പഠിച്ചേ പറ്റുള്ളൂ, ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് പഠിച്ചേ പറ്റുള്ളൂ, ഈ ചാപ്റ്റർ തുടങ്ങിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം കെമിസ്ട്രിൻ്റെ കാര്യം തീരുമാനമായി. ബയോളജിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ ചാപ്റ്റർ ഉണ്ടാവും, ഈ ചാപ്റ്റർ ഉണ്ടാവും, ഈ ചാപ്റ്റർ ഉണ്ടാവും, ഈ ചാപ്റ്റർ ഉണ്ടാവും. ഈ ഒരു ചാപ്റ്റർ അവസാനത്തെ ഈ ഒരു ചാപ്റ്റർ മാത്രം, അവസാനത്തെ ചാപ്റ്റർ അല്ല, ഈ ഒരു ചാപ്റ്റർ മാത്രം ഒരു പകുതി ഉണ്ടാവാനായിരിക്കും ചാൻസ്. ഓക്കെ, പക്ഷേ ഈ ചാപ്റ്റേഴ്സൊക്കെ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വീണ്ടും മാത്സിലേക്ക് വരുമ്പോൾ ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ്, സോളിഡ്സ്, ജോമെട്രി ആൻഡ് ആൾജിബ്ര. മാത്സിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിക്കോ. ഇനി പകുതി ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പഠിച്ചാൽ മതി. ക്ലിയർ ആണോ മക്കളെ? ഇനി അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സബ്ജക്ട്സിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ എല്ലാ PDF നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഇത് എക്സാക്ട് പോർഷൻസ് അല്ല, എക്സാക്ട് സിലബസ് അല്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എന്താണ് എക്സാമിന് അടുക്കും തോറും നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. എങ്കിലും നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ 90% ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഈ ടൈം ടേബിൾ അല്ല ഈ പോർഷൻസ് നോക്കിക്കൊണ്ടിരുന്നതിന് മാത്രം കാര്യമില്ല, നന്നായിട്ട് പഠിച്ച് തുടങ്ങാൻ വേണ്ടി നിങ്ങൾ തീരുമാനം എടുക്കണം. അതിന് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഡെയിലി, ഒരു ദിവസവും പോലും ഒഴിവാക്കാതെ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി കൃത്യം 7:30 നമ്മൾ ഫ്രീ ക്ലാസ്സസ് നടത്തുന്നുണ്ട്. അത് ഒരു ക്ലാസ് പോലും മിസ്സാവാതെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് പരീക്ഷയിൽ തന്നെ ഫുൾ A+ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒന്നും കൂടി പബ്ലിക് എക്സാമിനേഷന് തന്നെ ഫുൾ A+ ഒക്കെ വാങ്ങണം സാർ, അതിലും ഫുൾ A+ വാങ്ങണം എന്നുള്ള ഒരു അതിയായ ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യ ബാച്ച് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ട് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എനിവേ എല്ലാ ദിവസമുള്ള ലൈവ് ക്ലാസ്സുകളിൽ നമ്മുടെ ഫ്രീ ആയി യൂട്യൂബിലുള്ള ലൈവ് ക്ലാസ്സുകളിൽ എങ്കിലും എന്ത് ചെയ്യുക, തീർച്ചയായും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾ ലക്ഷ്യ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും. ഓക്കെ, അങ്ങനെ നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ഈ ക്രിസ്മസ് പരീക്ഷയിൽ എത്ര ചാപ്റ്റേഴ്സ് വന്നാലും, ഇനി ഇതിൻ്റെ കൂടുതൽ ചാപ്റ്റേഴ്സ് വന്നാലും അത് എക്സാമിനർ എടുത്തു തരും. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിക്കും. നിങ്ങളെ 100% കോൺഫിഡൻസോടെ നമ്മൾ എക്സാം ഹോളിലേക്ക് പറഞ്ഞു വിടും. അതിലൊരു സംശയമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ക്ലാസ്സിൽ കാണാം. ഫുൾ കോൺഫിഡൻസോടെ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കോളൂ.